ഹലോ, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ രാവിലത്തെ കുറച്ച് ക്ലീനിങ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു റുട്ടീനാണ് കേട്ടോ. അപ്പോൾ ഒരു മോട്ടിവേഷൻ പോലെ ഒക്കെ എടുത്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുകയാണ്. രാവിലത്തെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പത്തിലൊന്നും കഴിയാറില്ല. നമ്മൾ ക്ലീൻ ചെയ്യണതിൻ്റെ മൂഡ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ നടക്കാറ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഞാൻ ക്ലീനിങ്ങിന് കുറച്ച് അധികം ടൈം കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു ഇന്ന് എൻ്റെ ഒരു ക്ലീനിങ് റുട്ടീൻ, അതായത് രാവിലെ വീട് വൃത്തിയാക്കുന്നത് എങ്ങനെയാണ്, കുറച്ച് എളുപ്പമെന്ന് പറയാലോ, അത് നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടാണ് കേട്ടോ രാവിലത്തെ ക്ലീനിങ് ഒക്കെ എളുപ്പമാവുന്നത്. നമുക്ക് വേഗം ജോലി കഴിയണമെന്നുണ്ടെച്ചെങ്കിൽ നമ്മൾ വേഗത്തിൽ കാര്യങ്ങളൊക്കെ തീർക്കും. അല്ല കുറച്ച് മടിയൊക്കെ പിടിച്ച് ഇങ്ങനെ ലേസി ആയിട്ടിരിക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമ്മുടെ ടൈമും കൂടിപ്പോവാറുണ്ട് കേട്ടോ. അപ്പോൾ മോർണിംഗിൽ നമ്മുടെ ക്ലീനിങ് റൂട്ടീനിൽ ആദ്യം തന്നെ ഉള്ളത് കിച്ചണിൻ്റെ ക്ലീനിങ് തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും അതുപോലെ തന്നെ ഉച്ചയ്ക്കലത്ത് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് എന്തായാലും ഇഷ്ടത്തിന് പാത്രങ്ങൾ കഴുകാനുണ്ടാവും. അത് അവിടെ ഇട്ടിട്ട് പോയിണ്ടെങ്കിൽ പിന്നത്തെ പ്രാവശ്യം വന്നിട്ട് അത് കഴുകാൻ നിൽക്കുന്ന നേരത്ത് ഭയങ്കര ഒരു മടി, പിന്നെ കഴുകാൻ അങ്ങനെ തോന്നായിരിക്കും ഒക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ കിച്ചണിലത്തെ പണി കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ കഴുകി വയ്ക്കുക, അതുപോലെ തന്നെ അതൊക്കെ അതാത് സ്ഥാനത്ത് വെച്ച് കൊടുക്കുക. പിന്നെ കിച്ചൺ കൗണ്ടർ ടോപ്പും നമ്മളെ സ്റ്റൗവും ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് രാവിലത്തെ എൻ്റെ കിച്ചൺ ക്ലീനിങ്. അതിനെക്കുറിച്ചിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളധികം കിച്ചൺ ക്ലീനിങ്ങിൻ്റെ കാര്യങ്ങളെക്കുറിച്ചിട്ട് പറയുന്നില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്യുകയാണ്, നമ്മുടെ ജനവാതിലൊക്കെ അടച്ചിടുകയാണ്. കാരണം എലി ചിലപ്പോഴൊക്കെ കടക്കാറുണ്ട്. അപ്പോൾ ഞാൻ ഉള്ള ടൈമിൽ മാത്രമാണ് ഞാൻ ജനവാതിൽ തുറന്ന് ഇടാറുള്ളൂ കേട്ടോ. കിച്ചൺ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനൊരു കുളി പാസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. കുളി കഴിഞ്ഞതിന് ശേഷം ഞാൻ വീണ്ടും ക്ലീനിങ്ങിന് വന്നിരിക്കുകയാണ്. അപ്പോൾ കുളിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തന്നെ കുളിച്ച് നിൽക്കുമ്പോൾ അതുകൊണ്ട് വേറെ ഗുണങ്ങളും ഉണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മൾ എല്ലാ പണിയും കഴിഞ്ഞ് കുളിക്കുക അങ്ങനെയുള്ളൊരു ഇതായിരുന്നു കേട്ടോ. പക്ഷേ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും പെട്ടെന്നൊന്ന് കയറി വരുമ്പോൾ നമ്മൾ തീരെ ഒരു പ്രസൻറ്റബിൾ അല്ല. അവരെ കാണുമ്പോൾ ദോഷു ഞാൻ ഇങ്ങനെയല്ലേ നിന്നിരുന്നത്. പിന്നെ അതിനാലോചിച്ചിട്ട് നമ്മളൊരു ദിവസം മൊത്തം ആ കാര്യങ്ങൾ ചിന്തിക്കുക, എനിക്ക് നേരത്തെ കുളിക്കായിരുന്നു, അങ്ങനെയായിരുന്നു ഇങ്ങനെയായിരുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ മിക്കതും രാവിലത്തെ ആ കിച്ചണിലത്തെ പരിപാടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുളിക്കാൻ ശ്രമിക്കാറുണ്ട്. എങ്കിലും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ പഴയതിലേക്ക് പോവാറുണ്ട് കേട്ടോ. ഇങ്ങനെ നേരം വൈകി പിന്നെയും അങ്ങനെ ആവാറുണ്ട്. എങ്കിലും മിക്കതും ഇപ്പോൾ ഞാൻ രാവിലെ തന്നെ കുളിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ കുളി കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് ഇവിടെ ഒരു ടി വിയുടെ അടുത്തായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ട്. അപ്പോൾ അതുമ്മലാണ് കുട്ടികളുടെ ട്രോഫീസും കാര്യങ്ങളും വെക്കാറുള്ളത്. അപ്പോൾ അതുമ്മ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആഴ്ചയിലത്തെ നമ്മൾ ബില്ല് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഏട്ടൻ അതിൽ കൊടുന്ന് വയ്ക്കും. അതുപോലെ മക്കളും ഇങ്ങനെ പഠിച്ചിട്ട് കഴിഞ്ഞിട്ട് പേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ അവിടെ വെക്കണമല്ലോ. അപ്പോൾ അത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരാഴ്ചയിൽ ഒരു പ്രാവശ്യം ഒന്ന് എടുത്തിട്ട് നോക്കി ക്ലീൻ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ മിക്ക പേപ്പറും ആവശ്യമില്ലാത്തതാവും. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാറുണ്ട്, ആവശ്യമുള്ളത് നമ്മൾ എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പേപ്പറും കാര്യങ്ങളും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചപ്പോഴാണ് നമ്മുടെ ട്രോഫീസുമ്മലേക്ക് കണ്ണുപോയത്. അപ്പോൾ ട്രോഫീസും ഇങ്ങനെ നിറച്ച് പൊടിയൊക്കെ വന്നിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും അവിടെയും ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാ ട്രോഫിയും ഒന്ന് എടുത്ത് തുടച്ച് കൊടുത്തു. അതുപോലെ തന്നെ ആ സ്റ്റാൻഡ് മൊത്തമായിട്ട് ഒന്ന് തുടച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഡൈനിങ് ടേബിൾ ഒന്ന് ക്ലീൻ ചെയ്തിടാണ്ട്, ഡൈനിങ് ടേബിളുമ്പോൾ നമ്മൾ മോൻ പഠിച്ചിട്ട് പുസ്തകമൊക്കെ അവിടെ ഇട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എക്സാമാണ് കേട്ടോ. അപ്പോൾ നേരത്തെ തന്നെ സ്കൂളിൽ പോയി. പിന്നെ എന്ന് പറഞ്ഞാൽ തലേ ദിവസത്തെ അച്ചാറും കുപ്പി, പിന്നെ എണ്ണക്കുപ്പി, അതുപോലെ തന്നെ ഗ്ലാസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് നമ്മൾ ഡൈനിങ് ടേബിൾ ഒന്ന് തുടച്ച് കൊടുക്കുകയാണ്. ഇനി സെറ്റിയിൽ പുതപ്പ്, തലവണ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ രാത്രി മോൻ പഠിച്ചിട്ട് അവിടെ കിടന്ന് ഉറങ്ങി കേട്ടോ. അപ്പോൾ അതൊക്കെ മാറ്റി അത് ഒന്ന് സെറ്റി ഒന്ന് പൊടി തട്ടിയിട്ട് വെച്ച് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് എല്ലാവിടം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കി ഇടാണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ലിവിങ് റൂമിലത്തെ കാര്യങ്ങൾ അവസാനിച്ചു.
അപ്പോൾ ഈ ടൈമിൽ തന്നെ ഞാൻ മാറാലിയൊക്കെ കാണുമ്പോൾ ഒന്ന് തട്ടി കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ചവിട്ടിയും അതൊക്കെ നന്നായിട്ട് കുടഞ്ഞിട്ട് അതും കൂടി ഒന്ന് വിരിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ലിവിങ് റൂം നല്ല ക്ലീനായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതിയ ഒരു എന്താ പറയുക ഊഞ്ഞാൽ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടെ കിടന്ന് ആടുന്നത്. അപ്പോൾ എനിക്ക് ഇഷ്ടമുണ്ടായിരുന്നില്ല അത് വാങ്ങിച്ചിടാൻ. എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ലിവിങ് റൂം നല്ല ചെറുതാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഊഞ്ഞാലും കൂടി കൊടുന്നിട്ടപ്പോൾ തീരെ സ്ഥലമല്ലാണ്ടായി. ഇനി നമുക്കുള്ളത് 2 ബെഡ്റൂമാണ്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് കിട്ടണം കേട്ടോ. ബെഡൊക്കെ ഒന്ന് വിരിച്ച് കൊടുക്കണം. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സ്റ്റഡി ടേബിൾ ഉണ്ട്. അപ്പോൾ അതുമേ മക്കളുടെ ബുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഞാൻ ഡീപ്പ് ക്ലീനിങ് ഒന്നും ചെയ്യുന്നില്ല. വെറുതെ പുസ്തകങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അവിടെ തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഒന്ന് വെറുതെ ഒന്ന് ക്ലീൻ ചെയ്തിടുകയാണ്. അപ്പോൾ ഇത് ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോൾ മക്കളുള്ളപ്പോൾ ഉണ്ടോ ഞാൻ ചെയ്യാറുള്ളത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയില്ലല്ലോ ഏതൊക്കെയാണ് എപ്പോഴൊക്കെയാണ് ആവശ്യം വരിക എന്നുള്ളത്. അപ്പോൾ അത് അവരുള്ള ടൈമിലാണ് ചെയ്യാറുള്ളത്. ബെഡ്റൂമൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ അലമാരിയിലത്തെ ഗ്ലാസ്സൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാ റൂമിലത്തെ ഗ്ലാസ്സും തുടച്ചു കൊടുത്തു. അതുപോലെ തന്നെ വാഷിംഗ് ബേസിൻ്റെ അവിടെയൊക്കെ ഉണ്ട്, അതും ഒന്ന് തുടച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഈ റൂമും ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ച് വൃത്തിയാക്കി ഇടുകയാണ്. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കടന്നു. അപ്പോൾ ബാൽക്കണിയിൽ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. തലേദിവസം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശനിയാഴ്ച നന്നായിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഒന്നും വാടിപ്പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം എല്ലാറ്റിനും ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇവിടെയും ഒരു ടേബിൾ ഉണ്ട് കേട്ടോ. അതുമൂലം ഇതുപോലെ എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഞാനൊന്ന് ഒതുക്കി വെക്കുകയാണ്. അതുപോലെ തന്നെ ക്രീമും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. രാത്രി ഉപയോഗിച്ചതിന് ശേഷം അതുപോലെ തന്നെ രാവിലെയൊക്കെ എടുത്തിട്ട് യൂസ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ് ഈ ക്രീം എന്ന് പറയുന്നത്. അപ്പോൾ പല ബ്രാൻഡിൻ്റെ ഉണ്ട് കേട്ടോ. നമുക്ക് ഒക്കെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിട്ട് യൂസ് ചെയ്യണതാണ്. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കട്ടിലൊക്കെ ഒന്ന് വിരിച്ച് ക്ലീനാക്കി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ റൂമും ഒന്ന് അടിച്ചു വാരി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 റൂമും ക്ലീൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കുള്ളത് അടുക്കളയാണ് കേട്ടോ. അപ്പോൾ അടുക്കളയും ഒന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരിയിട്ട് കൊടുത്തു. നമ്മൾ കൗണ്ടർ ടോപ്പ് നേരത്തെ തന്നെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പോൾ അതിന് ശേഷം പിന്നെ നമുക്കുള്ളത് ഒരു ബാൽക്കണിയാണ്. അപ്പോൾ ബാൽക്കണിയും കൂടി ഞാനൊന്ന് ക്ലീൻ ചെയ്ത് അടിച്ചു വാരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ തുടയ്ക്കുന്നില്ല, തുടയ്ക്കലൊക്കെ ഉച്ചരിഞ്ഞിട്ടാണ് ചെയ്യാറുള്ളത്. ഇനി നമ്മുടെ വാഷിംഗ് ബേസിൻ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഹാൻഡ് വാഷിൻ്റെ ലിക്വിഡാണ് എടുത്തിട്ടുള്ളത്. അത് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എല്ലാവരും ഒന്ന് കഴുകി കൊടുക്കുകയാണ്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് തുണികളൊക്കെ കഴുകിയെടുക്കാണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ തുണികൾ ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ എന്നും രാവിലെയാണ് കേട്ടോ തുണികൾ കഴുകിയെടുക്കാറുള്ളത്. ഇതെന്ന് പറഞ്ഞാൽ തലേദിവസം ഞാൻ രാത്രിയാകുമ്പോൾ ഒരു ട്രിപ്പ് കഴുകി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണങ്ങി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് ലേറ്റായിട്ട് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ തുണികൾ കഴുകാൻ ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ഉണങ്ങിയതൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. ബെഡ്ഷീറ്റൊക്കെ ഇന്നലെ രാവിലെ കഴുകിയിട്ടത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് മടക്കി വെക്കുകയാണ്. പിന്നെ ഉണങ്ങാത്തത് ഞാൻ അവിടെ തന്നെ ഇട്ടു കേട്ടോ. ഉച്ചരിഞ്ഞിട്ട് നമുക്കിത് എടുത്തിട്ട് നമ്മളുടെ തുണി വാഷ് ചെയ്തിട്ട് അവിടെ ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇന്ന് എൻ്റെ ഒരു രാവിലത്തെ ക്ലീനിങ് റുട്ടീനാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്തത്. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവരോടും ടാറ്റാ, ബൈ ബൈ.